വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കെഎസ്ആർടിസിയിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ അനിശ്ചിതകാല പണിമുടക്കിന് BMS ഒഴികെയുള്ള ജീവനക്കാർ നോട്ടീസ് നൽകിയ യൂണിയനുകളുമായി ഇന്ന് രാവിലെ 10-ന് MD ടോമിൻ തച്ചങ്കരി ചർച്ച നടത്തി പരാജയപ്പെട്ടതിനെ തുടർന്നാണ് കെഎസ്ആർടിസി തൊഴിലാളി യൂണിയനുകൾ പണിമുടക്കുമായി മുന്നോട്ട് പോകുന്നത്. അശാസ്ത്രീയമായ ഡ്യൂട്ടി പരിഷ്കാരം നിമിത്തമുണ്ടായ യാത്രാക്ലേശം പരിഹരിക്കുക, അപകടം ഉൾപ്പെടെയുണ്ടായി അവധിയിൽ പ്രവേശിക്കുന്ന ജീവനക്കാരെ തിരിച്ചെടുക്കാത്ത നടപടി അവസാനിപ്പിക്കുക, ശമ്പള പരിഷ്കരണം സംബന്ധിച്ച ചർച്ച ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്കിന് നോട്ടീസ് നൽകിയത്. അതേസമയം കെഎസ്ആർടിസി അനിശ്ചിതകാല പണിമുടക്കിൽ നിന്ന് യൂണിയനുകൾ പിന്മാറണമെന്ന് കെഎസ്ആർടിസി MD ടോമിൻ തച്ചങ്കരിയുടെ അഭിപ്രായം. സമരത്തിനുള്ള യൂണിയനുകളുടെ പല ആവശ്യങ്ങളും സർക്കാർ അംഗീകരിച്ചിട്ടുള്ളതാണ്. സമരത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ലെങ്കിൽ സർക്കാരുമായി ആലോചിച്ച ഭാവി നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും കെഎസ്ആർടിസി MD മുന്നറിയിപ്പ് നൽകി. ഡ്യൂട്ടി പരിഷ്കരണം സംബന്ധിച്ച് ഗതാഗത സെക്രട്ടറി നൽകിയ ശുപാർശ നടപ്പാക്കുക, ശമ്പള പരിഷ്കരണ ചർച്ച തുടങ്ങുക, പിരിച്ചുവിട്ട താൽക്കാലിക ജീവനക്കാരെ തിരിച്ചെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇന്ന് അർദ്ധരാത്രി മുതൽ പണിമുടക്ക് തുടങ്ങുന്നത്. കെഎസ്ആർടിസിയിൽ സാമ്പത്തിക പ്രതിസന്ധിയും പ്രശ്നങ്ങളും നിലനിൽക്കുമ്പോഴും പണിമുടക്കല്ലാതെ മറ്റു മാർഗങ്ങൾ മുന്നിലില്ലെന്നാണ് തൊഴിലാളി യൂണിയനുകളുടെ നിലപാട്. ഭരണ പ്രതിപക്ഷ യൂണിയനുകൾ ഉൾപ്പെട്ട സമരസമിതിയാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാനേജ്മെന്റ് തലത്തിലുള്ള ചർച്ചയിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ മാത്രമേ സർക്കാർ ഇടപെടുകയുള്ളൂവെന്നാണ് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുന്നത്. സർക്കാർ കൂടി നിലപാട് സ്വീകരിക്കേണ്ട കാര്യങ്ങൾ അവരെ അറിയിക്കുകയും ചെയ്തു. അതിന്റെ പശ്ചാത്തലത്തിൽ ജീവനക്കാർ സമരത്തിൽ നിന്ന് പിന്മാറുമെന്നാണ് കരുതുന്നതെന്നും തച്ചങ്കരി മാധ്യമങ്ങളോട് പറഞ്ഞു. ജീവനക്കാർ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രതിനിധികളുമായി ചർച്ച നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എംപാനലുകാരെ ഘട്ടം ഘട്ടമായി ഉൾക്കൊള്ളാനാണ് സർക്കാരിന്റെ ആഗ്രഹം. സിംഗിൾ ഡ്യൂട്ടി പാറ്റേണുമായി ബന്ധപ്പെട്ട് ഗതാഗത സെക്രട്ടറിയുടെ റിപ്പോർട്ട് വന്നിട്ടില്ല. എന്നാലും അതിന്റെ അന്തസത്ത മനസ്സിലാക്കി നടപ്പാക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളവ ഉടൻ നടപ്പാക്കുമെന്ന് ജീവനക്കാരെ അറിയിച്ചിട്ടുമുണ്ട്. ശമ്പള പരിഷ്കാരം സർക്കാർ തീരുമാനിക്കേണ്ടതാണ്. ആവശ്യങ്ങളിൽ ചർച്ച നടത്തി യോഗങ്ങളിൽ തീരുമാനമെടുക്കണം. ജീവനക്കാരുടെ ആവശ്യങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ സർക്കാർ തീരുമാനമെടുക്കേണ്ടതാണ്. അതിനായി സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട്. ഇത്തരം പുരോഗമനപരമായ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതിനാൽ അനിശ്ചിതകാല പണിമുടക്കിൽ നിന്ന് പിന്തിരിയണമെന്ന് ജീവനക്കാരോട് ആവശ്യപ്പെട്ടു. നിലവിൽ ഒരു പണിമുടക്ക് താങ്ങാനുള്ള ശേഷി കെഎസ്ആർടിസിക്ക് ഇല്ല. കെഎസ്ആർടിസി മാറ്റത്തിന്റെ പാതയിലാണ്. ഒരു ദിവസം 1 കോടി വരുമാനം ഉണ്ടാക്കുന്ന പദ്ധതി തയ്യാറായിട്ടുണ്ട്. വരുമാനം കൂട്ടിയ ശേഷം ശമ്പളം കൂട്ടിക്കോളുമെന്നാണ് സർക്കാരും പറയുന്നത്. അതിനിടയിൽ ഇങ്ങനെ സമരം നടത്തരുതെന്നും തച്ചങ്കരി ആവശ്യപ്പെട്ടു. എന്നാൽ കെഎസ്ആർടിസി സമരം നിയമപരമല്ലെന്ന് ഹൈക്കോടതി. നേരത്തെ നോട്ടീസ് നൽകിയെന്നത് സമരം ചെയ്യാനുള്ള അനുമതിയല്ല, ചർച്ചയിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുകയല്ലേ വേണ്ടതെന്നും ഹൈക്കോടതി. നിയമപരമായ പരിഹാര മാർഗമുള്ളപ്പോൾ എന്തിന് മറ്റു മാർഗങ്ങൾ തേടണം? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.